ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിമാസ് റെസിപ്പി. ഇന്ന് നമുക്കൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് സ്വീറ്റ് ചീടയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സ്വീറ്റ് ചീട തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ മൈദ ഉപയോഗിച്ചാണ് ചീട ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ എള്ളും 2 ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ മൈദ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചാൽ മാത്രമേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് മാവ് ഉരുട്ടിയാൽ ഒട്ടും മാവ് നമ്മുടെ കയ്യിൽ പിടിക്കത്തില്ല. ഇങ്ങനെ നമ്മുടെ മാവ് മുഴുവനും നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായുള്ള എണ്ണ ഒരു പാത്രത്തിലൊഴിച്ച് നന്നായി ചൂടാകാനായിട്ട് വയ്ക്കാം. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന കൂട്ട് ഒരു കഷ്ണം മാവ് എടുക്കുക. എന്നിട്ട് ഇത് ഈ ഗ്രേറ്ററിലോട്ട് പ്രസ് ചെയ്യുക. ചെറുതായിട്ട് ഉരുട്ടി എണ്ണയിലോട്ടിടുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചീടയ്ക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാനാണ്. എണ്ണയിലോട്ടിടുമ്പോൾ എണ്ണ നമ്മുടെ ദേഹത്ത് വീഴാതെ നോക്കണം. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പായിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്വീറ്റ് ചീടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാരപ്പാനി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ 175 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വെച്ച് പഞ്ചസാര നന്നായി അലിയാൻ വേണ്ടി വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയുടെ ആവശ്യമില്ല, നല്ല തിക്കായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താണ് ഏലക്ക പൊടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ഏലക്കാപ്പൊടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലാണ് ചേർക്കേണ്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര സിറപ്പ് തണുത്ത് കഴിയുമ്പോൾ ഹാർഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ പഞ്ചസാര സിറപ്പ് നല്ല പൊടി പൊടി പോലെ ഇരിക്കും. നമുക്ക് കഴിക്കാൻ അപ്പം എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചീട ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചീടയിൽ പഞ്ചസാര നന്നായി കോട്ടാകുന്നത് പോലെ നന്നായി ഇളക്കി കൊടുക്കണം.
ഇപ്പം നമ്മുടെ പഞ്ചസാര സിറപ്പ് ജ്യൂസി ആയിട്ടാണ് കാണുന്നത്. അത് കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അന്നേരം പഞ്ചസാര സിറപ്പ് മുഴുവനും നമ്മുടെ ചീടയിലോട്ട് പിടിച്ചിട്ട് പഞ്ചസാരയെല്ലാം ചീടയിൽ നന്നായി കോട്ടായി നമുക്ക് കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആൻഡ് ക്രിസ്പി ചീട തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.